ഇന്നത്തെ എപ്പിസോഡിൽ അങ്ങനെ സച്ചി രേവതി വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ സച്ചിക്ക് ആ പരിചയമുള്ള ഒരു പോലീസുകാരൻ ഉണ്ടാവും കേട്ടോ അവിടെ. അപ്പോൾ ആളെ കാണുമ്പോൾ തന്നെ സച്ചി ഓടിപ്പോയിട്ട് സാറ് ഇപ്പോൾ എപ്പോഴാണ് ഇവിടേക്ക് മാറിയത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ 2 മാസമായി എന്നൊക്കെ പറയും. അപ്പോൾ നീ എന്താ ഇവിടെ സച്ചി, നീ എന്താ വല്ല അടി ഉണ്ടാക്കിയോ, ആരെങ്കിലും അടിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നുമല്ല സാറേ, അതൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു, ഇവളുടെ വണ്ടി നോ പാർക്കിങ്ങിൽ വെച്ചിട്ട് എടുത്തോണ്ടെന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാ പറയും. അപ്പോൾ സാറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, സാറിന് തരാൻ പറ്റുമോ വണ്ടി ചോദിക്കുമ്പോൾ അത് എന്നെ കൊണ്ട് പറ്റില്ല സച്ചി, അത് മറ്റേ എസ് ഐ സാർ എന്നെ വരണം, നീ എന്തായാലും വെയിറ്റ് ചെയ്യ്, ട്രാഫിക് പോലീസ് ഇപ്പോൾ വരും എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ. അങ്ങനെ സച്ചി രേവതി വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും കാണാതെ ആകുമ്പോൾ സച്ചി ചോദിക്കുകയാണ് വീണ്ടും, സാറേ സാറിനെ കാണാനില്ലല്ലോ പറയുമ്പോൾ സാറ് വരാൻ വെയിറ്റ് ചെയ്യും, നീ ഒരു കാര്യം ചെയ്യും, ഇവിടെ എസ് ഐ സാറുണ്ട്, ആൾ വേറൊരു കേസിൻ്റെ ചർച്ചയിലാണ്, അത് കഴിഞ്ഞാൽ നീ കയറി കണ്ടോ, അത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ രേവതി പറയാണ് ഏത് നേരം വെയിറ്റ് ചെയ്യുന്നല്ലാണ്ട് ഇവർക്കൊന്നും പറയാനറിയില്ലേ ചോദിക്കുമ്പോൾ ശശി രേവതിയോട് പറയും, നിനക്ക് നിൻ്റെ വണ്ടിയുടെ കാര്യം മാത്രം ആലോചിച്ചാൽ മതി, അവർക്ക് അങ്ങനെയല്ലല്ലോ, ഈ നാട്ടിലത്തെ കാര്യം മുഴുവൻ അവർക്ക് നോക്കണ്ടേ എന്നൊക്കെ തന്നെ പറയും കേട്ടോ. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ആ പെൺകുട്ടിയാണെങ്കിൽ നീലിമയാണെങ്കിൽ ഇവർക്ക് പൈസ കൊടുക്കില്ല എന്ന് തന്നെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ എസ് ഐ സാർ ചോദിക്കും, പിന്നെ നിനക്ക് എന്തിനാവാൻ പൈസ തന്നത്, 50 ലക്ഷം രൂപ നിന്നെ വഞ്ചിക്കാനാണെങ്കിൽ ആരെങ്കിലും നിനക്ക് പൈസ തരുമോ ചോദിക്കുമ്പോൾ അത് 6 മാസം എൻ്റെ കൂടെ ജീവിച്ചതിനുള്ള പ്രതിഫലം തന്നതാവൻ എന്നൊക്കെ പറയട്ടും. അപ്പോൾ എല്ലാവരും അയ്യേ എന്നിങ്ങനെ പറയും. അപ്പോൾ തന്നെ വക്കീൽ സാർ പറയും, മാഡം ഒന്ന് എൻ്റെ കൂടെ ഒന്ന് വരുമോ ചോദിക്കും. എന്നിട്ട് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് മാഡം അത് എന്തൊക്കെയാണ് പറയുന്നത്, സ്വന്തം ഇമേജ് തന്നെ കളയുന്ന രീതിയിലുള്ള വർത്താനൊക്കെ മാം പറയണേ, മാം ഒന്ന് വായടച്ച് മിണ്ടാതിരുന്നാൽ മതി എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ എന്നിട്ട് പോലീസ് പറയും, നിങ്ങളെന്തായാലും ഇവനെ ചതിച്ചു എന്നുള്ളതിന് എല്ലാ തെളിവുകളും ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് ഇത് ഒത്തുതീർപ്പാക്കുകയാണെങ്കിൽ നിനക്ക് നാളെ കാനഡയ്ക്ക് പോവാം, അല്ലാതെ നിനക്ക് ഈ ജന്മത്ത് പോകാൻ പറ്റില്ല എന്നൊക്കെ പറയും കേട്ടോ. അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ.